അത് ഒന്ന് കൾച്ചറിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഈ പറഞ്ഞ മാതിരി രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതിനേക്കാളും എത്രയോ അധികം കാലം അവർ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വലതുപക്ഷവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാസിസവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തിരുനാവായയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാഘമകം എന്ന് പറഞ്ഞ കേരള കുംഭമേള എന്നൊക്കെ പറഞ്ഞു വരുന്ന സംഗതിയാണ്. ഇത് ഈ ജൂന അഖാഡ സന്യാസിമാരാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഈ സന്യാസിമാർ ഉത്തരേന്ത്യ ചെയ്ത് അവരാണ് ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ BJP പോലും 90-ലല്ലേ ഏറ്റെടുക്കുന്നുള്ളൂ ബാബറി മസ്ജിദ് ഇഷ്യൂ പരസ്യമായിട്ട് രാഷ്ട്രീയ ഏറ്റെടുക്കുന്നു. ഈ പറയുന്ന ഈ വളരെ ഏതാണ്ട് എന്താ പറയുക വളരെ മുമ്പ് 19-ാം നൂറ്റാണ്ടിൽ അവസാനിച്ച ഒരു പ്രശ്നത്തിനെ 20-ാം നൂറ്റാണ്ടിലേക്ക് വ്യാപിപ്പിച്ച ആ നിലനിർത്തിയ ആൾക്കാർ ഈ പറയുന്ന ഈ അഖാഡ സന്യാസിമാരാണ്. അവർ നമുക്ക് പരിചയമുള്ളൊരു സന്യാസി വർഗീയല്ല. ഇപ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാൽ അഖാഡയിൽ നിന്ന് വരുന്ന ആളാണ്. അല്ലാതെ നമുക്ക് പരിചയമുള്ള ഇപ്പം നമുക്ക് പരിചയം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു പോലെ ശിവഗിരി സന്യാസിമാർ, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണൻ്റെ പിൻഗാമികളായിട്ടുള്ള വിവേകാനന്ദനെ പോലുള്ള ആളുകൾ. ഇതിനപ്പുറം ആയുധമെടുക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടി ആയുധമെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ചെയ്യുന്ന ഒരു സന്യാസി വർഗം ഉത്തരേന്ത്യയിൽ നിരന്തരമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ബാബറി മസ്ജിദിനെ തകർക്കാനും ഈ വിഗ്രഹം ഉള്ളിൽ കൊണ്ടുവയ്ക്കുന്നതും മതിലിയാടി കടന്ന് രാത്രിക്ക് അഭിറാംദാസ് എന്ന് പറഞ്ഞ സന്യാസിയൊക്കെ അഖാഡയിൽ നിന്ന് വരുന്നതാണ്. അവരിൽ പലരും നിരക്ഷരരും ഒക്കെ ആണ്. അവരുടെ ആശ്രമങ്ങളിൽ ഗുസ്തിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്തിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം എന്ന് പറയുന്നത് വെറുക്കേണ്ടവനാണെന്ന് പറയുന്ന തരത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പം മുഗൾ ഭരണമായാലും മുസ്ലിം ഭരണമായാലും ഉത്തരേന്ത്യയിൽ അത് മുഴുവൻ കയ്യേറ്റങ്ങളായി ക്ഷേത്രങ്ങൾ നശിപ്പിച്ച ആ നെറേറ്റീവിനെ വ്യാപിപ്പിക്കുകയാണ്. അപ്പോൾ ഈ നെറേറ്റീവ് ഉത്തരേന്ത്യയിൽ നിൽക്കുന്നുണ്ട്. അതേസമയം ദക്ഷിണേന്ത്യയിൽ മുഗളരൊന്നും കടന്നു വരാത്തതുകൊണ്ട് ഇത്തരം നെറേറ്റീവ്സ് ഇവിടെ പ്രായോഗികമല്ല. അതേസമയം ഇവിടെ മാപ്പിളലഹള പോലെയുള്ള അല്ലെങ്കിൽ മലബാർ കലാപം 21-ലെ മലബാർ കലാപം മാത്രമാണ് അവർ അത്തരത്തിലൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഉത്തരേന്ത്യയിലാണ് ചെയ്തിട്ടുള്ളത്. സവർക്കർ ഒരു നോവൽ തന്നെ എഴുതിയിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട്. ഈ പറയുന്ന കേരളത്തിലെ ഒരു ഗ്രാമമൊക്കെ സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയിട്ടൊരു നോവല് അവിടെയാണ് ചിലവായിട്ടുള്ളത്, ഇവിടെയല്ല അത്. അപ്പോൾ ഈ സംഗതി ഇപ്പം കേരളത്തിൻ്റെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെയോ രാഷ്ട്രീയമായിട്ട് അവർക്ക് രാഷ്ട്രീയമായിട്ട് പ്രവർത്തിച്ച് മുന്നേറ്റം നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറം കാണണമെങ്കിൽ വേറെ എന്തെങ്കിലും വേണം. അപ്പം അതിനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കാണ് ഈ പറയുന്ന തരത്തിൽ സന്യാസിമാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഭജനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ വലിയ തരത്തിൽ ഇവർ ഉപയോഗിക്കുന്നത് ഈ ഹിന്ദു എന്ന് പറയുന്ന ബഹുസ്വര സമൂഹത്തെ ഒരുമിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാ 10 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ സെൻസസ് നടക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് ബാക്കി എല്ലാ കക്ഷികളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. അവരുടെ സ്ട്രഗിൾ അതായിരുന്നു. ഇവരാ സമയത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദിവാസികളുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഈ ദളിതരെയൊക്കെ ഹിന്ദു എന്ന് എഴുതി ചേർക്കുക സെൻസസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം സന്താൾ ഹിന്ദു, ഇങ്ങനെ ഹിന്ദു എന്ന് പറയുന്നത് അതൊരു വലിയ പൊളിറ്റിക്കൽ വർക്കായിരുന്നു, അവരുടെ പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു. അങ്ങനെ ഔദ്യോഗികമായിട്ട് ഹിന്ദുവിൻ്റെ ഉള്ളിൽ പെടുക, ഫോൾഡിൻ്റെ ഉള്ളിലേക്ക് ഇവരെ വരിക എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് കൂടി അംഗീകാരം കിട്ടുകയാണ്. അപ്പം ആ അർത്ഥത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനം ഹിന്ദു സംഘാടനം എന്ന് പറയുന്ന ഒരാശയം ദയാനന്ദ സരസ്വതി ഒട്ടിങ്ങട്ട് ഉണ്ട്. അതായത് ഒരിക്കലും ഒരുമിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള സംഗതികളെ ഈ കൂട്ടങ്ങളെ ഒരു ഹിന്ദു വ്യാജ അദ്ദേഹം പറയുന്നത്. അപ്പം ദയാനന്ദ സരസ്വതി ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഏതൊക്കെയാണോ നിയമങ്ങൾ, ഇപ്പം ചിലതരം ആചാരങ്ങൾ എടുത്തു മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സവർക്കറിനെ പോലുള്ള ആൾ വരുമ്പോൾ അതിനെ വംശീയതയായിട്ട് വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ദിവസത്തെ പ്രവർത്തനമല്ല, അതൊരു മജോറിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരാശയം പതുക്കെ ആണ് കുത്തിവെച്ച് കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്കിപ്പം കേരളത്തിൽ ഇത് ഇത്തരത്തിലുള്ള ഇപ്പോൾ ജാതി പറയാൻ പോലും നമുക്ക് ഇപ്പം ഹിന്ദു ഫോൾഡിൻ്റെ ഉള്ളിൽ പെടുന്ന ആളുകൾ തന്നെ നമ്മുടെ കൂട്ടുകാരായിട്ട് അവർ ഏത് ജാതിയാന്ന് പോലും നമുക്ക് അറിയേണ്ട ആവശ്യം ഒരു തരത്തിലും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം ജാതി വർക്ക് ചെയ്തില്ല എന്നൊന്നുമല്ല, മറിച്ച് ആ ആവശ്യമില്ലാത്ത ഒരു സംഗതിയായിരുന്നു. ഇന്നത് പ്രധാനപ്പെട്ട കാര്യമായിട്ട്
മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, നിരന്തരമായിട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണണം.